ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മൂന്നാം ഘട്ട അന്വേഷണത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരും. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. ശബരിമല വാതിൽപ്പടിയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്നാണ് ചേരുന്നത്. എപ്പോഴായിരിക്കും ഈ യോഗം ചേരുക? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയത്തിനുള്ളിൽ യോഗം തുടങ്ങും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ്, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരിക്കുന്ന കേസിന്റെ അന്വേഷണ സംഘത്തിലെ തലവൻ ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന ലക്ഷ്യം മൂന്നാം ഘട്ട അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനം എടുക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് നിലവിൽ 2 കേസുകളിലും ചാർജ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 2 കേസിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള പ്രമുഖർ ഇതുമായി ബന്ധപ്പെട്ട ആർക്കൊക്കെ പങ്കുണ്ട് അവരെ കണ്ടെത്തുക, അവരെ ചോദ്യം ചെയ്യുക, ഇതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് യോഗം ചേരുന്നത്. കാരണം ഈ കേസിലെ വാതിൽപ്പാളി കേസിലെ മൂന്നാം പ്രതി ആണ് എൻ വാസുവിനെ ഒരു പ്രാവശ്യം 2 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പക്ഷേ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. എന്നാൽ 2019 ഈ സ്വർണ്ണപ്പാളികൾ വിട്ടു നൽകുന്നതിലും ഒപ്പം ദ്വാരപാലക വിഗ്രഹത്തിന്റെ മുകളിലെ പാളികൾ വിട്ടുകൊടുക്കുന്നതിലും ഒക്കെ അന്നത്തെ തീരുമാനം എടുക്കാൻ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് എൻ വാസുവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നലെ കോടതി നടത്തിയ ഒരു പരാമർശമുണ്ട്. ശബരിമലയിൽ ഈ വാതിൽപ്പാളികളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ കണക്കും തൂക്കവും ലഭ്യമാക്കണം എന്ന് പറഞ്ഞിരുന്നു. അതായത് അന്ന് 1999 മക്ടവൽ അല്ലെങ്കിൽ UB ഗ്രൂപ്പ് ഈ വാതിൽപ്പാളികൾ നൽകുമ്പോഴേക്കും ഏകദേശം 2.5 കിലോയോളം സ്വർണം അതിനകത്ത് പൂശിയിട്ടുണ്ടെന്നായിരുന്നു അവരുടെ രേഖകളിൽ പറയുന്നത്. അതും തനി തങ്കമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ആ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ആ വാതിൽപ്പാളികൾ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെയായും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. സ്ട്രോങ് റൂമിൽ 2 വാതിൽപ്പാളികൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ UB ഗ്രൂപ്പ് നൽകിയതാണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ തൂക്കം, അതിനുള്ള സ്വർണത്തിന്റെ അളവ് എന്നിവ കണ്ടെത്തണം. അപ്പോൾ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ഉൾപ്പെടെ അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മൂന്നാം വട്ടത്തിൽ വീണ്ടും അന്വേഷണ സംഘം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിനായിട്ടാണ് ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. എച്ച് വെങ്കടേഷ് ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരിക്കും. അത് മാത്രവുമല്ല, ഇവർ നടത്തുന്ന അന്വേഷണ സംഘത്തിന്റെ ഓരോ മുന്നോട്ട് പോക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി അത് ഹൈക്കോടതിയെ ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഹൈക്കോടതി നിർദ്ദേശിച്ച അന്വേഷണ സംഘമാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പോലും ഇതിൽ ഇടപെടാനോ സംസാരിക്കാനോ ഉള്ള അവസരം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘം പ്രത്യേകം യോഗം ചേരുന്നതും. എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് മറ്റു കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കും. ഇനി ആരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തണം, ആരെയൊക്കെ അന്വേഷണ പരിധിക്കുള്ളിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലാണ്. നിലവിൽ 3 പേരുടെ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒപ്പം ശബരിമലയിലെ മുൻ മാനേജരായിരുന്ന മുരാരി ബാബു, അതുകൂടാതെ വിരമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല സുധീഷ് കുമാർ, ഇത്രയും പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പറ്റിയ 2ാമത്തെ കേസിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിച്ച ചോദ്യം ചെയ്തപ്പോഴാണ് എൻ വാസുവിന്റെ നിർണായകമായ പങ്കിനെ കുറിച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ എൻ വാസുവാണ് ഇത് സംബന്ധിച്ച മഹസറും റിപ്പോർട്ടും തയ്യാറാക്കിയതെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ വാസുവിനെ ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയത്. തൊട്ടു പിന്നാലെ വീണ്ടും ചോദ്യം ചെയ്യലുണ്ടാവും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയാൽ തന്നെയും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അത്തരത്തിൽ ഒരു നീക്കം ഈ എൻ വാസുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം, 2024-ലും 2019 നടന്ന അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അന്ന് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്ന് എങ്ങനെയാണോ മഹസറിൽ രേഖപ്പെടുത്തിയത്, ശബരിമല മാനുവലിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളാതെയാണ് അന്ന് മഹസർ രേഖപ്പെടുത്തിയതും മിനിറ്റ്സ് രേഖപ്പെടുത്തിയതും. എന്നാൽ ഇപ്പോഴും 2024-ലും പല ഈ സ്വർണ്ണപ്പാളികൾ പൂശുന്നതിന് വേണ്ടി കൊണ്ടുകൊടുത്ത വിവരം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് വീഴ്ചയായിട്ട് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ 2 ഭാഗത്തും വലിയ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഏതൊക്കെ തട്ടിൽ എങ്ങനെയൊക്കെ വ്യാപിപ്പിക്കണം എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകും. ബിനോയ്, അതുപോലെ തന്നെ ഈ അന്വേഷണത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുക എന്നതിന് ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകുകയുണ്ടായി. ഈ ഒരു സംഭവത്തിൽ, ഈ യോഗത്തിൽ ഈ ഒരു വിഷയങ്ങളടക്കം ഉന്നയിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും. അതായത് ഈ അന്വേഷണത്തിൽ
ഈ സംബന്ധിച്ച് ഒരു ശാസ്ത്രീയമായ ഒരു അന്വേഷണം അനിവാര്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ സ്വർണത്തിന്റെ അളവ്, എന്തുമാത്രം സ്വർണം ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണം കൃത്യമായ സ്വർണമാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ഇതുവരെയായും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിന് ശാസ്ത്രീയമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രീയമായ ഒരു തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട സ്വർണം, അതിന്റെ എന്തുമാത്രം സ്വർണത്തിൽ ക്യാരറ്റ് എന്നിവ വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ എത്രമാത്രം സ്വർണം അല്ലെങ്കിൽ ചെമ്പ് എത്രമാത്രം അടങ്ങിയിട്ടുണ്ടെന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു അന്വേഷണം തന്നെ വേണ്ടിവരും. അതിന് ആരെയാണ് ശാസ്ത്രീയമായി ഉൾപ്പെടുത്തേണ്ട, ആ പരിശോധനയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഒക്കെ ഇന്ന് തീരുമാനമുണ്ടാവും. കാരണം നിലവിൽ അന്വേഷണ സംഘത്തിൽ ഒരു സൈബർ ഉദ്യോഗസ്ഥൻ മാത്രമേ ഉള്ളൂ. ഇനി സൈബർ ഉദ്യോഗസ്ഥന്മാർ വേണമോ, അതല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ആവശ്യമായ ആരുടെയെങ്കിലും സഹായം തേടണമോ? അങ്ങനെയാണെങ്കിൽ ഫോറൻസിക് വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ഈ അന്വേഷണ സംഘം വിപുലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അത് ഹൈക്കോടതിയുടെ അറിവോടെയും സമ്മതത്തോടു കൂടിയും ഒരു പക്ഷേ സയന്റിഫിക് വിദഗ്ധർ അല്ലെങ്കിൽ ഇത് ശാസ്ത്രീയമായ കുറ്റാന്വേഷണം നടത്തുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനായിരിക്കും കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഈ സംഘത്തിന്റെ തീരുമാനം. ശരി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മൂന്നാം ഘട്ട അന്വേഷണത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരും. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. ശബരിമല വാതിൽപ്പടിയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.